രാവിലെ 7 മണിക്ക് വാർത്ത കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വാർത്തകളിലൂടെ ഒരു പ്രത്യേക ചാനൽ വാർത്തകളിലൂടെ പറയുകയാണ്, ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം. നമ്മളിപ്പോ നടപടി നിർത്തിവെക്കുന്ന ഉപക്ഷേപം ഇവിടെ ഉപയോഗിക്കുന്നെങ്കിലും മാധ്യമങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് അടിയന്തര പ്രമേയം. ഇന്ന് അടിയന്തര പ്രമേയം പോലീസ് മർദ്ദനങ്ങളെ സംബന്ധിച്ചാണ്. റോജി എം ജോണാണ് അവതരിപ്പിക്കുന്നത്. 7 മണിക്ക് വാർത്ത. സ്പീക്കറുടെ ഓഫീസിൽ ഏതായാലും 8 മണിക്ക് ശേഷമേ നോട്ടീസ് കിട്ടുള്ളല്ലോ. അപ്പൊ കൃത്യമായി ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് ഒരുക്കുന്ന അവരുടെ ഒരു അൺഹോളി നെക്സസ്, അതിന്റെ ഒരു പ്രകടമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ രാവിലത്തെ വാർത്ത കണ്ടപ്പോൾ തന്നെ വ്യക്തമായി. സാർ, ഈ കുറെ നാളുകളായി കേരളത്തിൽ വരുന്ന കേരളത്തിൽ ഇപ്പൊ വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിന്നിരുന്ന ഘടകങ്ങൾ എങ്ങനെ ഇല്ലാതാക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ ഗവേഷണം BJPയും UDFും കേരളത്തിലെ മാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ തെളിവാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് പൊതുപ്രവർത്തകരുടെ ധാർമ്മിക നിലവാരം ചോദ്യം ചെയ്യപ്പെടുന്ന ചില സംഗതികൾ വാർത്തകളിലൂടെ വന്നു. ഞാൻ പേരുകളൊന്നും പരാമർശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സാർ, അത് സംബന്ധിച്ച് UDFിനുണ്ടായ വലിയ തിരിച്ചടിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമായി 2-3 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവത്തെ വലുതാക്കി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. സാർ, ഇപ്പോ അടിയന്തര പ്രമേയം അങ്ങ് മെൻഷൻ ചെയ്തു, മുഖ്യമന്ത്രി തയ്യാറാണ് എന്ന് പറഞ്ഞു, അത് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. സത്യത്തിൽ അടുത്ത കാലത്ത് മാത്രം നടന്ന ഒരു പ്രത്യേക സംഗതിയെ കുറിച്ച് മാത്രമേ നമ്മുടെ സഭ നടപടികൾ നിർത്തിവെക്കുന്നു, പക്ഷെ അവതരിപ്പിക്കാൻ ഇപ്പൊ അതിനെ പറ്റിയുള്ള ചർച്ച നടക്കായതുകൊണ്ട് ഞാൻ അതിന്റെ സാങ്കേതികത്വത്തിലേക്കല്ല കടക്കുന്നത്. ഇത്രയും പഴക്കമുള്ള ഒരു വിഷയം ഇവിടെ സേവ്യർ ചിറ്റപ്പള്ളി സൂചിപ്പിച്ചതുപോലെ നിരവധി സമ്മേളനങ്ങൾ നടന്നതിന് ശേഷവും അവതരിപ്പിക്കാതെ ഇപ്പോൾ കൊണ്ടുവരുന്ന കാര്യം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായും ഗവൺമെന്റ് അനുകൂലമായും നാട്ടിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥയെ എങ്ങനെ തച്ചുടയ്ക്കാൻ കഴിയും എന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. സാർ, ഇപ്പോഴാണ് പുറത്തു വന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ CCTV ഇപ്പോഴാണ് വന്നത്. സാർ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകന് രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ പാർട്ടി നേതൃത്വത്തോടെങ്കിലും പറയില്ലേ? ആ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞാൽ നേതൃത്വം അതിനോട് പ്രതികരിക്കില്ലേ? എന്താണ് ഈ 2.5 കൊല്ലം? ഇത് ഏറ്റെടുക്കാൻ കൊള്ളാവുന്ന ഒരു കേസല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ? ഇത് ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണോ പ്രതിപക്ഷം ഇതുവരെ അതിനെപ്പറ്റി മിണ്ടാതിരുന്നത് എന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. സാർ, പോലീസിൽ എന്നും പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യക്തമായ നയം, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പോലീസുകാരൻ ഏത് റാങ്കിൽപ്പെട്ട ആളാണെങ്കിലും നടപടി സ്വീകരിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാർ, ഒരു കാര്യം നാം മനസ്സിലാക്കണം, പോലീസിനെ ജനകീയമാക്കുന്ന നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളുടെ കാലത്ത് മാത്രമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. സാർ, ഇടയ്ക്കിടെ വന്നിരുന്ന UDF സർക്കാരുകളാണ് ഈ സമീപനങ്ങൾ ഈ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുവരുന്ന തടസ്സമായി നിന്നിട്ടുണ്ട്. സാർ, എത്ര കൊടും ക്രിമിനൽ ആയിരുന്നാലും സ്വന്തം പാർട്ടിക്കാർ പോലും ഏറ്റെടുക്കുവാൻ ലജ്ജിക്കുന്ന തരത്തിലുള്ള പശ്ചാത്തലമുള്ള ആളാണെങ്കിലും ലോക്കപ്പ് മർദ്ദനത്തിന് ഞങ്ങൾ എതിരാണ്. സാർ, കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉണ്ടായിരുന്നപ്പോഴാണ് പോലീസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. സാർ, ജനമൈത്രി പോലീസ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അവതരിപ്പിച്ച ഒരു നല്ല സമീപനമായിരുന്നു. സാർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിംഗ്, സാർ, പോലീസ് ആക്ട് സമഗ്രമായി പരിഷ്കരിച്ചു. സാർ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 1ാം പിണറായി വിജയന്റെ ഗവൺമെന്റും ഇപ്പോഴത്തെ ഗവൺമെന്റും വലിയ തോതിലുള്ള സാങ്കേതിക നവീകരണം പോലീസ് സേനയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. സാർ, പിങ്ക് പോലീസിംഗ് ഏറ്റവും ഫലപ്രദമായി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. സാർ, സൈബർ ഡോം ഹൈടെക് സെന്റേഴ്സായി സൈബർ ഡോം എന്ന ഹൈടെക് സെന്റേഴ്സ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. സാർ, IT സൗകര്യങ്ങൾ, വിവരസാങ്കേതിക വിദ്യയുടെ സങ്കേതങ്ങൾ അവലംബിച്ചുകൊണ്ട് നൂതനമായ അന്വേഷണ രീതികളിലേക്ക് പോകാൻ ഡിജിറ്റൽ നിരീക്ഷണം കൊണ്ടുവരാൻ കഴിഞ്ഞു. സാർ, അതുകൊണ്ട് തന്നെ അഴിമതിരഹിത പോലീസ് എന്ന സംഗതിയിൽ ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനം നേടുവാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞിരിക്കുകയാണ്. സാർ, ക്രമസമാധാന നിലയിൽ
ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനം നേടാൻ സംസ്ഥാനം കേരളം എന്ന നേട്ടം നാം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാർ, UDFന്റെ സംഭാവന എന്താണ്? UDFന്റെ മുദ്രകൾ എന്താണ്? കക്കയം ക്യാമ്പ്, തങ്കമണി, കീഴ്മാട്, മുത്തങ്ങ, ഇങ്ങനത്തെ സംഭവങ്ങളല്ലാതെ മറ്റൊന്നും UDFന് അവകാശപ്പെടാൻ ഇല്ല എന്ന യാഥാർത്ഥ്യമാണ്. സാർ, അതുകൊണ്ട് പോലീസ് സേനയെ മുന്നോട്ട് നയിക്കുന്ന, ജനകീയവൽക്കരിക്കുന്ന, ആധുനികവൽക്കരിക്കുന്ന ശക്തമായ നിലപാടുകൾ എടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ മുന്നോട്ട് ജനങ്ങൾ സ്വീകരിക്കില്ല എന്ന് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. സാർ, വയനാട്ടിൽ തുടരുന്ന കോൺഗ്രസുകാരുടെ ആത്മഹത്യ ഒന്ന് അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നടപടിയെടുക്കണം. സ്വന്തം കണ്ണിൽ കോലിരിക്കെ അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ ശ്രമിക്കരുത്. അത് തടയാൻ ഞങ്ങൾക്കാർക്കും ഒന്നാവില്ല. ഒരു കാലത്ത് കർഷകരുടെ ആത്മഹത്യയായിരുന്നു വയനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാർഷിക കടാശ്വാസ നിയമം വന്നപ്പോ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ നിന്നു. ഇപ്പോ വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസുകാരുടെ ആത്മഹത്യ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.